Hello friends. അപ്പോൾ ഇന്നത്തെ MySQL ട്യൂട്ടോറിയലിൽ നമ്മൾ നോക്കുന്നത് അപ്ഡേറ്റ് ടേബിൾ വിത്ത് സം ഫ്രം അനദർ ടേബിൾ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ടേബിൾ ഉണ്ടോ, സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു ടേബിളും മാർക്സ് എന്ന് പറഞ്ഞൊരു ടേബിളും ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ നമ്മൾ ഇതിലൊരു ടോട്ടൽ എന്ന് പറഞ്ഞ ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത് വേറൊരു ടേബിളിലത്തെ മാർക്കിൻ്റെ സമ്മാണ് ഈ ടേബിളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്, ഈ ഒരു ഫീൽഡ്. ഇപ്പോൾ 1 എന്ന് പറഞ്ഞ ഐഡിയിലുള്ള സ്റ്റുഡൻസിൻ്റെ മാർക്ക്, ഇപ്പോൾ 1 എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് ഐ ഡി ഉണ്ടോ, ഇതിനോട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്റ്റുഡൻസ് ഐ ഡി എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇത് പറഞ്ഞാൽ ഈ ഒരു ടേബിളിൻ്റെ ഐ ഡി, ഈ സ്റ്റുഡൻസിൻ്റെ ഐ ഡി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐ ഡി മാച്ചായ ഫീൽഡിൻ്റെ മാർക്കിൻ്റെ സം. അപ്പോൾ ഇവിടെ 1 എന്ന് പറഞ്ഞ ഐ ഡി വെച്ചിട്ട് നമുക്ക് ഈ 40 എന്ന് പറഞ്ഞ ആഡ് ചെയ്തിട്ട് 95 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. അതാണ് പറയുന്നത് അപ്ഡേറ്റ് ടേബിൾ വിത്ത് സം ഫ്രം അനദർ ടേബിൾ. വേറെ ടേബിളത്തെ സം ഓഫ് വാല്യൂ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ടേബിളിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. പിന്നെ 2 എന്ന് പറഞ്ഞ ഐ ഡി വെച്ചിട്ട്, ഇപ്പോൾ 2 എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് ഐ ഡി ഇവിടെ 2 ഉണ്ട്. അപ്പോൾ 30 + 20 ഈ ഒരു വാല്യൂ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, 50 ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നു. അതേമാതിരി 3 എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് ഐ ഡിയിൽ ഇവിടെ 30 എന്ന് പറഞ്ഞ ഈ 30 എന്ന് പറഞ്ഞ വാല്യൂ എടുത്തിട്ട് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നു. അതെങ്ങനെ നമുക്കൊരു കോഡ് ഉപയോഗിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 ടേബിൾ ക്രിയേറ്റ് ചെയ്തു. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ടേബിളും വേണ്ട സ്റ്റുഡൻസ് ഐ ഡി, നെയിം, ടോട്ടൽ. വേറെ മാർക്സ് എന്ന് പറഞ്ഞ ഒരു ടേബിൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഐ ഡി എന്ന് വെച്ചാൽ ഈ മാർക്സ് എന്ന് പറഞ്ഞ ടേബിളിൻ്റെ ഐ ഡി, പിന്നെ സ്റ്റുഡൻസ് ഐ ഡി എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ടേബിളിനോട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് ഐ ഡി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫീൽഡാണത്. പിന്നെ അടുത്തത് മാർക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ 1ൻ്റെ മാർക്ക് ആഡ് ചെയ്തിട്ട് 95 എന്നുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ സ്റ്റോർ ചെയ്യാം. 1ൻ്റെ നേരെ ഇവിടെ സ്റ്റോർ ചെയ്യാം. അതെങ്ങനെ നമുക്കത് ചെയ്യാൻ നോക്കാം. നമ്മളിവിടെ SQL പുതിയിട്ട് മാർക്ക് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ 2 ടേബിൾ ഉണ്ട്. നമ്മൾ SQL എടുത്തു. നമ്മൾ എന്ത് ചെയ്യുക, അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ കുറി യൂസ് ചെയ്യാം. അപ്ഡേറ്റ് നമുക്ക് ആദ്യം അപ്ഡേറ്റ് ചെയ്യേണ്ട ടേബിൾ കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ടേബിൾ കൊടുത്തു. അത് നമ്മളൊരു എസ് എന്ന് പറഞ്ഞ നെയിം കൊടുത്തു. ഇനി നമുക്ക് സെറ്റ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് ഫീൽഡാണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഫീൽഡ് നമ്മൾ കൊടുക്കാം. s.total എന്ന് പറഞ്ഞ ഫീൽഡ് കൊടുത്തു. ഈ പേര് എസ് എന്ന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നേരിട്ടൂടെ യൂസ് ചെയ്യാം. സെയിം ഫീൽഡ് വരുമ്പോൾ മാത്രമേ അതിൽ പ്രശ്നം വരുള്ളൂ. ഈക്വൽ ടു നമ്മൾ വേറെ ഒരു ടേബിളിൽ നിന്നാണ് എടുക്കുന്നത്. സെലക്ട് സം ഓഫ്, നമുക്ക് ഏത് ഫീൽഡിൻ്റെ ആണോ സം കാണുന്നത് വെച്ചാൽ ആ ഫീൽഡ് ഇവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് മാർക്ക് എന്ന് പറഞ്ഞ ഫീൽഡ് കൊടുത്തു. അത് ഫ്രം നമ്മൾ മാർക്സ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നാണ് എടുക്കുന്നത്. അതിൻ്റെ കണ്ടീഷൻ നമ്മളിവിടെ കൊടുക്കാം. അതിന് ഒരു പേര് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു ടേബിൾ ഐ ഡി ഈക്വലാണോ നോക്കണം. എന്ന് വെച്ചാൽ നമുക്ക് 1 പറഞ്ഞ സ്റ്റുഡൻസിന് 1 പറഞ്ഞ സ്റ്റുഡൻസ് ഐ ഡീൻ്റെ മാർക്ക് മാത്രം സം ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ m.students_id ഈക്വൽ ടു, ഇതാണ് നമ്മൾ റിലേഷൻ കൊടുക്കുന്നത്, s.id. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂടി, സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ടേബിളിൽ അപ്ഡേറ്റ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ടേബിളിൽ സെറ്റ് ടോട്ടൽ ഈക്വൽ ടു സം ഓഫ്, എന്ന് വെച്ചാൽ ഈ ഒരു മാർക്സ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന് മാർക്ക് എന്ന് പറഞ്ഞ ഫീൽഡിൻ്റെ സം എടുക്കാം. ഇവിടെ m.1 കൊടുക്കാം നമുക്ക്. ഫ്രം മാർക്സ് വേർ സ്റ്റുഡൻസ് ഐ ഡി ഈക്വൽ ടു s.id. എസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ടേബിളിലെ ഐ ഡിയും മാർക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ ഐ ഡി സേവ് ചെയ്തിട്ടുള്ള ഫീൽഡും ഈക്വലാണ് ഇതിൻ്റെ സം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റുഡൻസിൻ്റെ ടോട്ടലിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം.
3 rows affected എന്ന് പറഞ്ഞിട്ട് നമ്മളെ query ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് റിഫ്രഷ് ചെയ്യാം. 1A equal to A എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിന് 85 എന്ന് പറഞ്ഞ ഇതിവിടെ വന്നിട്ടുണ്ട്. നോക്കാം 45 പ്ലസ് 40 ഈക്വൽ ടു 85 അതോടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ബിന് ഈക്വൽ എന്ന് പറഞ്ഞ സ്റ്റുഡൻസിന് 50 വന്നിട്ടുണ്ട് 2 എന്ന് പറഞ്ഞ ഐ ഡിയിൽ. ഈ 30യും ഈ 20യും 50 എന്ന് പറഞ്ഞു. പിന്നെ 3 എന്ന് പറഞ്ഞ സ്റ്റുഡൻസിന് 30 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഇവിടെ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു query യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിമ്പിളായിട്ട് ഒരു ടേബിളിൻ്റെ വാല്യൂ വേറെ ടേബിളിലുള്ള സം വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.